ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പുതിയൊരാഴ്ചയിലേക്ക് നമ്മൾ എത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ആഴ്ചയാണ്. നമുക്കതുപോലെ ഒരു ദിവസം ട്രേഡിംഗ് കുറവായിട്ടുള്ളൊരാഴ്ച, മന്ത്ലി എക്സ്പയറി, അതുപോലെ തന്നെ ലോക നിലവാരത്തിൽ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ ഉള്ള ഒരാഴ്ച കൂടിയാണ് വരാൻ പോകുന്നത്. സോ വെൽക്കം ടു ദിസ് വീക്ക്ലി ബ്രോഡ്കാസ്റ്റ്. ഇറ്റ്സ് സുശാന്ത്. അപ്പോൾ കാര്യങ്ങൾ പറയാം. നമുക്ക് 6 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയിരുന്ന ഒരു റാലി, നിഫ്റ്റി ഏകദേശം വെള്ളിയാഴ്ച ഒരു നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 24,850 എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ലെവലുകൾക്ക് മുകളിൽ 24,870 നിഫ്റ്റി വീക്കിലി ബേസിൽ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. വീക്കിലി ബേസിക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഗെയിൻ തന്നെയാണ്. ഏകദേശം 1% അപ്സൈഡോട് കൂടി 238 പോയിന്റ് നേട്ടമാണ് ഈ ഒരാഴ്ച കംപ്ലീറ്റ് ആയിട്ട് നോക്കുമ്പോൾ എടുക്കുന്നത്. പക്ഷേ വെള്ളിയാഴ്ച വളരെ സ്ട്രോങ് ആയിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കണ്ടു. 25,150 നിലവാരത്തിൽ നിന്നും തുടങ്ങിയ ക്രാഷ് 25,870 അവസാനിപ്പിച്ചിരിക്കുന്നത്. FIIസിൻ്റെ ഭാഗത്തു നിന്ന് കനത്ത സെല്ലിംഗ് വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു നീണ്ട റാലിക്ക് ശേഷമുള്ള ഒരു കറക്ഷനായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. അല്ലാതെ വെള്ളിയാഴ്ച വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഗ്ലോബൽ ലെവലുകളിലും അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാലും ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് കഴിഞ്ഞ ആഴ്ച നമുക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള ക്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. GST റീഫോം, റേറ്റുമായിട്ട് ബന്ധപ്പെട്ട GST റേറ്റ് റേഷണലൈസേഷൻ, അതുപോലെ തന്നെ ഗ്ലോബൽ ഫ്രണ്ടിൽ അധികം പ്രശ്നങ്ങളൊന്നും ഉക്രൈൻ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. താരിഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ട്രംപ് അധികമായിട്ട് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്വാഭാവികമായിട്ടും FIIസിൻ്റെ സെല്ലിംഗ് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും എൻ്റെ ഒരു നിഗമനം പോസിറ്റീവായിട്ട് തന്നെയാണ് അണ്ടർ കറണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ളത്. കാരണം ഡെറിവേറ്റീവ് ഡാറ്റ നോക്കുന്ന സമയത്ത് 25,000 25,200 ലെവലുകളിൽ വളരെ അശക്തമായിട്ടുള്ള കോൾ റൈറ്റിംഗ് കാണുന്നു. അപ്പോൾ അത് മാത്രമല്ല, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമുക്ക് സെക്കൻഡ് വീക്കിലാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള രണ്ടാമത്തെ ആഴ്ചയിലാണ് വീക്കിലി ഗെയിനിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സിൽ 2.80% ഫോളാണ് ഓപ്പൺ ഇൻട്രസ്റ്റിൽ, കുറവാണ് ഓപ്പൺ ഇൻട്രസ്റ്റിൽ കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, അതിനെതിരുമായിട്ട് നിഫ്റ്റിയുടെ ഒരു ഉയർച്ചയും കാണുന്നു. അത് ക്ലിയർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഷോർട്ട് കവറിംഗ് റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. 24,800-850 നിലവാരത്തിൽ എത്തുന്ന സമയത്ത് നിഫ്റ്റിയുടെ ഒരു ഓവർസോൾഡ് പൊസിഷനിലേക്ക് നിഫ്റ്റി കടന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഷോർട്ട് കവറിംഗ് റാലിക്കുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നു. ആ ഒരു ഷോർട്ട് കവറിംഗ് റാലി നിഫ്റ്റിയെ വീണ്ടും 25,000 മുതൽ 25,100-150 റേഞ്ചിലേക്കെങ്കിലും കൊണ്ടുപോകണം. പിന്നെ മാത്രമല്ല, ഡെറിവേറ്റീവ് ഡാറ്റ കൃത്യമായിട്ട് നോക്കുന്ന സമയത്ത് 25,000-25,200 ലെവലുകളിൽ ആദ്യത്തെ കോൾ റൈറ്റിംഗ് ആക്റ്റീവാണ്. അതുപോലെ 25,400-25,500 എന്ന് പറയുന്ന രണ്ടാമത്തെ ലെവൽ. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് കോൾ റേഷ്യോ ഏകദേശം കഴിഞ്ഞ ആഴ്ച 1.01% ഉണ്ടായിരുന്നത്. അത് കുറഞ്ഞിപ്പോൾ 0.73 വന്നിരിക്കുന്നു. ഏകദേശം ഒരു ഓവർസോൾഡ് ടെറിട്ടറിയിലേക്ക് നിഫ്റ്റി കടന്നിരിക്കുന്നു. ഇനി കൃത്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസുകൾ മാർക്കറ്റിൽ വരികയാണെങ്കിൽ, അതിപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്നായാലും അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ ബന്ധമായാലും, കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇപ്പോൾ വളരെ കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. അതേസമയം വെള്ളിയാഴ്ച ആഗോള മാർക്കറ്റുകളൊക്കെ തന്നെ പോസിറ്റീവായിട്ടാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ജാക്സൺ ഹോൾ മീറ്റിംഗിൽ സിമ്പോസിയത്തിൽ, ഫെഡറൽ റിസർവിൻ്റെ ആനുവൽ സിമ്പോസിയത്തിൽ ഫെഡറൽ റിസർവ് ചെയർമാനായിട്ടുള്ള ജെറോം പവൽ നടത്തിയിരിക്കുന്ന പ്രസ്താവന ആശാവഹമാണ്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷെ സമയം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതിനുശേഷം അമേരിക്കൻ മാർക്കറ്റുകൾ പോസിറ്റീവായിട്ട് തന്നെയാണ് വിപണി ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 121 പോയിന്റ് നേട്ടത്തോടു കൂടിയാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഡോ ജോൺസ് നോക്കിക്കഴിഞ്ഞാൽ 846 പോയിന്റേയും നാസ്ഡാക്ക് 396 പോയിന്റേയും നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. S&P 500 ഏകദേശം 96 പോയിന്റ് നേട്ടം വരികയുണ്ടായി. ഏതായാലും ഗ്ലോബൽ മാർക്കറ്റിൽ വെള്ളിയാഴ്ച കാര്യങ്ങൾ പോസിറ്റീവാണ്. ശനിയാഴ്ച രാത്രി അല്ലെങ്കിൽ ഞായറാഴ്ച പുലർച്ചെ ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വരെ ആഗോള മാർക്കറ്റുകളിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അതേസമയം ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ എക്കണോമിക്സ് ടൈംസിൻ്റെ വേൾഡ് ലീഡേഴ്സ് ഫോറസിൽ നമ്മുടെ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ നടത്തിയിരിക്കുന്ന ചില പ്രസ്താവനകൾ വളരെ കാര്യമായിട്ടുള്ളതാണ്, പോസിറ്റീവായിട്ടുള്ളതാണ്. മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റിവിറ്റി നൽകുന്നതാണ്. കാരണം ഈ വർഷം അവസാനത്തോടു കൂടി ഇന്ത്യ മാനുഫാക്ചർ ചെയ്യുന്ന ഇന്ത്യ മെയ്ഡ് ചിപ്പുകൾ പുറത്തേക്ക് വരും എന്നുള്ളത് മോഡി ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ, അതായത് 100ഓളം രാജ്യങ്ങളിലേക്ക് ഇലക്ട്രിക് വെഹിക്കിളുകൾ
കയറ്റുമതി ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യ വളരുമെന്നുള്ളതും, അതുപോലെ തന്നെ ഇന്ത്യ വളരെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതുപോലെ തന്നെ ജീവിക്കാനും ബിസിനസ് ചെയ്യാനും ഏറ്റവും വളരെ ഈസി ആയിട്ട് നടക്കാൻ പോകുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റുമെന്നും, സ്പേസ് സ്റ്റേഷൻ ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ള വളരെ കാര്യമായിട്ടുള്ള, അതുപോലെ തന്നെ GST റീഫോംസ് ദിവാലിക്ക് മുമ്പോ അല്ലെങ്കിൽ ദിവാലി കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് കൂടി നൽകുന്നു. സോ ഇതുപോലുള്ള പ്രസ്താവനകൾ, ഇതുപോലുള്ള പ്രഖ്യാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതേസമയം RBIയുടെ ഭാഗത്ത് വന്നിരിക്കുന്നു, മിത്സുയി സുമിറ്റോമോ കോർപ്പറേഷൻ അവരുടെ RBI അംഗീകരിച്ചിരിക്കുന്ന അവർക്ക് യെസ് ബാങ്കിൽ 24.99% സ്റ്റേക്കുകൾ വാങ്ങാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നു. യെസ് ബാങ്കിൻ്റെ അടുത്തും അവരുടെ കൺസോർഷ്യം ബാങ്കുകളിൽ നിന്നുമാണ് ഇതിൻ്റെ, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സോ ഇനി എപ്പോഴാണ് നെഗറ്റീവിസം വരുന്നത്, എപ്പോഴാണ് മാർക്കറ്റ് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നത്? നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നത് 24,800 എന്ന് പറയുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള ആ ഒരു ലെവലിൻ്റെ താഴെ നിഫ്റ്റി ക്ലോസിംഗ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടുന്ന് ഒരു ഷാർപ്പ് സെല്ലിംഗ് വരികയാണെങ്കിൽ, നമുക്കറിയാം അടുത്ത വരുന്ന സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 24,500 to 600 എന്ന് പറയുന്ന വളരെ ട്രിഗറാണ്. അപ്പോൾ ഒരു 10-300 പോയിന്റ് കറക്ഷൻ അവിടെ വരുന്നു. അവിടെ ഒരു പെയിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആസ് ഓൺ ഡേറ്റ് നമുക്കതിനുള്ള സാധ്യതകൾ കാണുന്നില്ല. നിഫ്റ്റി 24,800-880 എന്ന നിലവാരത്തിൽ ഒരു ഓവർസോൾഡ് പൊസിഷനിലെത്തും. അവിടുന്ന് നമുക്കൊരു റീബൗണ്ട് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള ഇൻഡെക്സ് വ്യൂ ആയിട്ട് പറയുന്നത്. മാത്രമല്ല നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ആവറേജുകളൊക്കെ തന്നെ നോക്കുന്ന സമയത്ത് നമുക്കത് ഒരു പോസിറ്റിവിറ്റി ടെറിട്ടറി തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. കാരണം നമുക്ക് നിഫ്റ്റിയുടെ 20 ദിവസത്തെ മൂവിങ് ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 24,731 അതൊരു പോസിറ്റീവ് ക്രോസ് ഓവറാണ്. 50 ദിവസത്തെ സിമ്പിൾ മൂവിങ് ആവറേജ് 25,013 ഇനി 10 ആഴ്ചയിലെ സിമ്പിൾ മൂവിങ് ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 24,960 ഒടിയും ഒരു പോസിറ്റീവ് ക്രോസ് ഓവറാണ്. 30 ആഴ്ചത്തെ സിമ്പിൾ മൂവിങ് ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 24,088 സോ ഒരു പ്രധാനപ്പെട്ട 4 മൂവിങ് ആവറേജുകളും ഇൻഡിക്കേറ്റിംഗ് പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ്. സോ RSI 50.59 അതിലും ഒരു ക്രോസ് ഓവർ നമുക്ക് കാണുന്ന MACD നോക്കിക്കഴിഞ്ഞാലും. സോ ഓൾ ടുഗെദർ ഒരു പോസിറ്റീവ് മോഡിലാണ്. എനിക്ക് വെള്ളിയാഴ്ച നിഫ്റ്റി നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തതെങ്കിലും ഒരു പോസിറ്റീവ് ഒരു അപ് ട്രെൻഡ് ഇപ്പോഴും നിഫ്റ്റിയിൽ ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നെഗറ്റീവായിട്ട് നിഫ്റ്റി പോകാൻ സാധ്യത 24,800 താഴെയുള്ള ഒരു ക്ലോസിംഗ് മാത്രമാണ്. ഇനി ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ 4ഓളം IPOകൾ ഈ പ്രാവശ്യം ഈ ആഴ്ചയുമുണ്ട്. 4,000 കോടി രൂപയോളം മാർക്കറ്റിൽ നിന്നും അതുവഴി അബ്സോർബ് ചെയ്ത് പോകാനുള്ള സാധ്യതകളുണ്ട്. ഏകദേശം 5ഓളം കമ്പനികൾ 6,000 കോടി രൂപയോളം ഓഗസ്റ്റ് മാസത്തിൽ മാത്രം IPO മാർക്കറ്റിൽ നിന്നും ഓൾറെഡി കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പ്രധാനപ്പെട്ട ആഴ്ചയിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ച എടുത്തു കഴിഞ്ഞാൽ US-ലുള്ള ഹോം സെയിൽസ് ഡാറ്റ എന്നാണ് വരുന്നത്. അവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ജെറോം പവലിൻ്റെ പ്രസ്താവന അവിടെയാണ് നമ്മൾ നിർത്തിയത്. അവിടുന്ന് അദ്ദേഹം പറയുന്നത് ഒരു റേറ്റ് കട്ട് ഉണ്ടാകും, പക്ഷേ സമയം പറയാൻ സാധിക്കില്ല. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ അവർ ഫെഡറൽ റിസർവ് നോക്കുന്നത്, അമേരിക്കൻ സെൻട്രൽ ബാങ്ക് നോക്കുന്നത്. ഒന്ന് ഇൻഫ്ലേഷൻ, കാരണം ടാരിഫിൻ്റെ ഇഫക്റ്റ് കൊണ്ട് ഇൻഫ്ലേഷൻ വർദ്ധിച്ചു വരുന്നു. സോ ലോങ് ടേമിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അതേസമയം ഷോർട്ട് ടേമിൽ നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് സ്റ്റേബിളായിട്ട് തുടരുന്നു എന്നുള്ളതാണ്. അത് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഷോർട്ട് ടേമിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുകയും വേണം. അപ്പം ഈ ഒരു ഫ്ലക്സിലാണ്, ഒരു ക്രക്സ് സിറ്റുവേഷനിലാണ് ഫെഡറൽ റിസർവ് ഉള്ളത്. സോ ലോങ് ടേമിൽ ഇൻഫ്ലേഷനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണം, ഷോർട്ട് ടേമിൽ ഹയറിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കണം. ആ ഒരു ബാലൻസ് എപ്പോൾ നമുക്ക് ശരിയായി വരുന്നോ ആ സമയത്ത് മാത്രമാണ് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് കുറക്കാൻ സാധിക്കുക. പക്ഷേ ഒരു കട്ട് അനിവാര്യമാണ്. നേരെ മറിച്ച് ട്രംപ് പറയുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇല്ല അമേരിക്കയിൽ ഇപ്പോൾ. സോ നമുക്കൊരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ആഴ്ചയും വളരെ കാര്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാനായിട്ടുള്ള പവലിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രസ്താവന, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ളത് പോസിറ്റീവായിട്ടാണ് മാർക്കറ്റ് എടുത്തിരിക്കുന്നത്. പക്ഷേ ടൈമിംഗ് പറഞ്ഞിട്ടില്ല, എപ്പോഴുണ്ടാകും എന്ന് പറഞ്ഞിട്ടില്ല. കാരണം മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് സെപ്റ്റംബർ നടക്കുന്ന 15-17 ഡേറ്റുകളിൽ നടക്കുന്ന സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന ആ സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ് മാർക്കറ്റ് വെച്ച് പുലർത്തുന്നത്. ചിലപ്പോൾ അത് ആ സമയത്ത് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഡിസംബറോടുകൂടി മാത്രമേ ഉണ്ടാകൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഓവറോൾ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഹോം സെയിൽസ് ഡാറ്റ, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റയൊക്കെ വരുന്നത് വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുകയാണ് ഫെഡറൽ റിസർവ് ചെയ്യുന്നത് ഇപ്പോൾ, ഇൻഫ്ലേഷൻ ഡാറ്റ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അപ്പോൾ ചൊവ്വാഴ്ച ഓഗസ്റ്റ് 26
IPO ആണ്. രാജ്കോട്ട് ബേസ്ഡ് ആയിട്ടുള്ള ആൻലൺ ഹെൽത്ത് കെയറിൻ്റെ IPO എന്ന് വരുന്നുണ്ട്. API ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. 86 മുതൽ 91 രൂപ വരെ പ്രൈസ് റേഞ്ചൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു IPO അന്ന് വരുന്നുണ്ട്. ഓഗസ്റ്റ് 27 ബുധനാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് അവധിയാണ്. കാരണം ഗണേശ് ചതുർത്ഥി പ്രമാണിച്ച് നമുക്ക് ബുധനാഴ്ച അവധിയാണ്. അപ്പോൾ ഒരു ട്രങ്കേറ്റഡ് വീക്ക് കൂടിയാണ് ഈ ആഴ്ച. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ബുധനാഴ്ചത്തെ കേസ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം ക്രൂഡ് ഓയിലിൻ്റെ സ്റ്റോക്ക് ഇൻവെൻട്രി വരുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ വ്യാഴാഴ്ച ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ, ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് വരുന്നുണ്ട്. IIP ഏകദേശം 1.5% ആയിരുന്നു ജൂണിൽ ഉയർന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും ജൂലൈ ഫിഗർ അതോടുകൂടി പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാഴാഴ്ചയുള്ളത് US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡാറ്റ, ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കാര്യമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. വെള്ളിയാഴ്ചയാണ് വളരെ പ്രധാനപ്പെട്ട ഡാറ്റ. ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് വരുന്നു. ഫസ്റ്റ് ക്വാർട്ടറിൽ ഏകദേശം 7.4% ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏപ്രിൽ ടു ജൂൺ ക്വാർട്ടറുകളിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട GDP ഔട്ട്ലുക്ക് പ്രമാണം. അത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്ലുക്ക് തന്നെയാണ്. പ്രത്യേകിച്ചും ഈ GST റാഷണലൈസേഷനൊക്കെ നടത്തുന്നത് കൺസ്യൂമർ സ്പെൻഡിങ് കൂട്ടാനും കൂടുതൽ ആൾക്കാരുടെ കയ്യിലേക്ക് കാശ് എത്തിക്കാനുമാണ്. സോ GDP ഡാറ്റ വരുന്നുണ്ട്. ഇതാണ് ഔട്ട്ലുക്ക് ഉള്ളത് പുതിയതായിട്ടുള്ള അടുത്ത ആഴ്ചയിലേക്കുള്ള പ്രധാനപ്പെട്ട ഇവൻറ്റുകളായിട്ടുള്ളത്. സോ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്കും ന്യൂസുകളിലേക്കും പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞാൻ SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് 3 തരം പ്ലാറ്റ്ഫോമുകളുണ്ട്. ഒന്ന് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ, അതായത് സ്വിംഗി സ്കീം ജൂനിയർ മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള മന്ത്ലി 1000 റുപ്പീസ് വരെ മുകളിലുള്ള അഡ്വൈസറി സർവീസുകളാണ്. അവിടെ നിങ്ങൾക്ക് വാല്യൂ പിക്സും ഷോർട്ട് ടേം പിക്സും ഒക്കെ തന്നെ കിട്ടുന്നത്. അതിന് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും ആ സർവീസ് അവൈലബിൾ ആണെന്നുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് നമുക്ക് മാർക്കറ്റ് മാഗ്നറ്റ് ഞാൻ തന്നെ നേതൃത്വം നൽകുന്ന അവിടെ റിസർച്ച് അഡ്വൈസറി ഫേമാണ്. അവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള അഡ്വൈസറി ഫേമുകൾ കഴിഞ്ഞ ആഴ്ചയും നമ്മുടെ ഓപ്ഷൻ കോളുകളിലൊക്കെ തന്നെ വളരെ കാര്യമായിട്ടുള്ള പ്രോഫിറ്റുകളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനുള്ള എൻക്വയറി എടുക്കാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേറൊന്നൊരു ചെറിയൊരു ടെലിഗ്രാം ഗ്രൂപ്പാണ്, അത് സ്വിംഗി സ്കിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ഞാൻ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ചെറിയ ഗ്രൂപ്പാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ എൻ്റെ റിസർച്ച് ഐഡിയാസും റിസർച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. വളരെ ചെറിയൊരു ആൾക്കാർ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ഫാമിലിയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ കുറച്ച് സ്റ്റോക്കുകളൊക്കെ സെലക്ട് ചെയ്ത് നമുക്കിപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒരു 2 മാസം കൊണ്ട് നമുക്കൊരു 70% ഒക്കെ റിട്ടേൺ കിട്ടിയ സ്റ്റോക്കുകൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. BGR എനർജി, APL അപ്പോളോ മൈക്രോ സിസ്റ്റംസ്, അങ്ങനെ പല സ്റ്റോക്കുകൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഓപ്ഷൻസും വളരെ കാര്യമായിട്ടുള്ള വളരെ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ അവിടെ സജസ്റ്റ് ചെയ്യാറുള്ളൂ. ബജാജ് ഹിന്ദു മീൻസ് ടൈറ്റൻ്റെ ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. കുറച്ച് ഓപ്ഷൻസിലൊക്കെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വളരെ കാര്യമായിട്ടുള്ള എൻ്റെ പേഴ്സണൽ റിസർച്ച് ഐഡിയാസ് ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് സ്വിംഗി സ്കീം. അതുപോലെ തന്നെ മാർക്കറ്റ് മാഗ്നറ്റ് വളരെ വിശാലമായിട്ടുള്ള ഒരു റിസർച്ച് ഗ്രൂപ്പ് തന്നെ അവിടെയുണ്ട്. അവർ നേതൃത്വം നൽകുന്ന ഒരു ഗ്രൂപ്പാണ്. അതിൽ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ ഡെയിലി ബേസിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് അഡ്വൈസറി സർവീസസ്. വളരെ കൃത്യമായിട്ട് റിസർച്ച് ബേസ്ഡിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോമുകൾ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ ആദ്യമായിട്ടുള്ള വാർത്ത, സുമിറ്റോമോ മിത്സുയി ബാങ്കിങ് കോർപ്പറേഷൻ SMBC ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനിക്ക് യെസ് ബാങ്കിൽ 24.99% ഓഹരികൾ വാങ്ങാനുള്ള പെർമിഷൻ RBI കൊടുത്തു എന്നുള്ളതാണ്. ഈ 24.99%-ൽ 13.19% ഓഹരികളും സ്റ്റേറ്റ് ബാങ്കിൽ നിന്നാണ് ഈ കമ്പനി വാങ്ങാൻ പോകുന്നത്. അതുപോലെ ബാക്കി വരുന്ന 6.8 അല്ലെങ്കിൽ 6.89% ഓഹരികൾ പല ബാങ്കുകളിലെ കൺസോർഷ്യം, അതായത് അതിൽ ആക്സിസ് ബാങ്ക്, ബന്ധൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, HDFC ബാങ്ക്, ICICI, IDFC ഫസ്റ്റ് ബാങ്ക്, കൊടാക് മഹീന്ദ്ര പോലുള്ള ബാങ്കുകളിൽ നിന്നാണ് വരുന്നത്. സോ RBI പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടും ഈ ഒരു ഡേറ്റ് തന്നതിന് ശേഷം 1 വർഷത്തേക്കാണ് ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത്. അതിനിടയിൽ ഈ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവരെ ഒരു പ്രൊമോട്ടറായിട്ട് കണക്കാക്കില്ല എന്നും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. സോ ഏതായാലും യെസ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് സുമിറ്റോമോ
മിറ്റ്സുയി ബാങ്ക് കോർപ്പറേഷൻ്റെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കാര്യമായിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. നമുക്ക് യെസ് ബാങ്കിൽ നമ്മുടെ ഒരു മൾട്ടി ബാഗർ പിക്കായിട്ടൊക്കെ നമ്മൾ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വളരെ താഴ്ന്ന നിലയിൽ 12, 13, 14 രൂപയിലൊക്കെ നമ്മൾ അക്വയർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോഴും എൻ്റെ പേഴ്സണൽ ഹോൾഡിങ്സിൽ ഉള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് യെസ് ബാങ്ക് എന്ന് പറയുന്നത്. സോ യെസ് ബാങ്ക് നെ സംബന്ധിച്ചിട്ട് ഒരു പോസിറ്റീവ് ന്യൂസ് വന്നിരിക്കുന്നു. ഇതൊരു ബൈ റെക്കമെൻഡേഷൻ അല്ല, പക്ഷേ ഒരു ലോങ് ടേമിൽ നിങ്ങൾക്കൊരു 5-6 വർഷത്തെ ഒരു 5 വർഷത്തേക്കെങ്കിലും മിനിമം ഹോൾഡ് ചെയ്യാൻ രീതിയിലൊക്കെ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളൊരു സ്റ്റോക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് യെസ് ബാങ്കിൽ കരുതുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സുമിറ്റോമോ മിറ്റ്സുയി ബാങ്കിങ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടൊരു ബാങ്കാണ്. അദ്ദേഹത്തിൻ്റെ ഒരു റിമാർക്ക്, അത് പ്രധാനപ്പെട്ട ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാരൻ ബഫറ്റിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു റിമാർക്കൊക്കെ ഇവരെ മേലിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് വർഷങ്ങളോളം ഇവർക്ക് ഭാവിയുള്ള ഒരു ഇൻവെസ്റ്റർ ഒരു ഗ്രൂപ്പാണെന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അങ്ങനെയുള്ളൊരു കമ്പനിയെ സംബന്ധിച്ചിട്ട് അവർ എടുക്കുന്ന ഒരു യെസ് ബാങ്കിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറേ കൂടി പ്രോസ്പെക്ട്സ് കണ്ടിട്ടായിരിക്കാം എന്നുള്ളതാണ്. സോ ഈ GST റേറ്റുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു സെക്ടർ നമുക്ക് സിമെൻറ്റ് സെക്ടറാണ്. കഴിഞ്ഞ ആഴ്ചയും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. സിമെൻറ്റ് സെക്ടറിൽ അൾട്രാടെക് സിമെൻറ്റിൻ്റെ ഓൾറെഡി Q1 റിസൾട്ടുകളൊക്കെ ഔട്ടായി കഴിഞ്ഞു. സോ പല രീതിയിൽ നമ്മൾ സിമെൻറ്റ് സെക്ടറിനെ കുറിച്ചുള്ള അനാലിസിസ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ സിമെൻറ്റ് സെക്ടറിൽ അൾട്രാടെക്കിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് എല്ലാ പാരാമീറ്റേഴ്സിനും ഒരു സിമെൻറ്റ് സെക്ടറിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ക്ലിങ്കർ ഫാക്ടർ ആയാലും പവർ കൺസംഷൻ ആയാലും അതുപോലെ ലീഡ് ഡിസ്റ്റൻസ് ആയാലും ഗ്രീൻ പവറിൻ്റെ യൂസ് ആയാലും, കാരണം പവർ കോസ്റ്റും ഇവരുടെ മെറ്റീരിയൽ കോസ്റ്റുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സിമെൻറ്റ് സ്റ്റോക്ക് കോസ്റ്റായിട്ട് വരുന്നത്. സോ അതിൽ ഏറ്റവും കൂടുതൽ റിഡക്ഷൻ കണ്ടെത്തിയൊരു കമ്പനി എന്ന് പറയുന്നത് അൾട്രാടെക് ആയിരുന്നു. അതുപോലെ മാത്രമല്ല കമ്പനി ഈ ഒരു എല്ലാ പാരാമീറ്റേഴ്സിലും മാക്സിമം എഫേർട്ട് എടുത്തിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ട് കോസ്റ്റ് കുറച്ചുകൊണ്ട് മാക്സിമം മാർജിൻ കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഒരു GSTയിൽ 28% നികുതി എന്ന രീതിയിൽ ഇപ്പോൾ പറയുന്നത് അത് 18%-ലേക്കോ അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് 5%-ലേക്കൊക്കെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ കൂടുതൽ ബെനിഫിഷ്യറി ഒരു സെക്ടർ ലീഡർ എന്ന നിലക്ക് അൾട്രാടെക് സിമെൻറ്റിനുള്ള പ്രാധാന്യം കുറക്കാൻ പറ്റില്ല. ഈ ഒരു 12,000 മുതൽ നമ്മൾ ബാസ്ക്കറ്റ് സ്റ്റോക്കൊക്കെ ആയിട്ട് അൾട്രാടെക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള റിട്ടേൺ നൽകിയൊരു സ്റ്റോക്കാണ്. ഇപ്പോഴും നമുക്ക് ഹോൾഡിങ് വെക്കാൻ പറ്റുന്നതും 14,000, 15,500 വരെയെങ്കിലും പോകാനുള്ള ടാർഗറ്റ് അൾട്രാടെക്കിന് ഇപ്പോഴുണ്ട് ആസ് എ ലീഡർ ഓഫ് ദ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അംബുജ സിമെൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് സജഷനുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. അടുത്ത അംബുജ സിമെൻറ്റിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് പലപ്പോഴായിട്ടും. അതുപോലെ എൻ്റെ ഒരു ലോങ് ടേം വ്യൂ ടാർഗറ്റ് അംബുജ സിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വാല്യൂഷനും കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴായിട്ടും ആവർത്തിച്ച് പറഞ്ഞതാണ്. 750 റുപ്പീസ് എങ്കിലും ആവറേജ് അതിനൊരു വരേണ്ടതാണ്. സോ സിമെൻറ്റ് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള സംബന്ധിച്ച് ഡൗൺവേർഡ് റിസ്ക് കുറവുള്ളത് എന്ന് പറയുന്നത് ഒരു അൾട്രാടെക്കിൻ്റെ ആസ് എ ഇൻഡസ്ട്രി ലീഡർ. പക്ഷേ ഒപ്പത്തിനൊപ്പം നമുക്ക് നൽകാൻ പറ്റുന്നതാണ് പറയുന്ന പല സ്റ്റോക്കുകൾ. അതായത് അംബുജയുണ്ട്, അതുപോലെ സൗത്ത് വേസ്റ്റ് സിമെൻ്റ് ആയിട്ടുള്ള ഡെക്കാൻ സിമെൻറ്റ്, ഡെക്കാൻ ഉണ്ട്, അതുപോലെ തന്നെ റാംകോ ഓക്കെ ഫൈൻ, നമുക്ക് ഡെക്കാൻ എടുക്കാം, ഡെക്കാൻ സിമെൻറ്റ് എടുക്കാം, സാഗർ സിമെൻറ്റ്, അങ്ങനെ പല ദിഗ്വിജയ്, ഇങ്ങനെയുള്ള പല സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള റിട്ടേൺ നമുക്ക് നൽകാൻ സാധ്യതയുണ്ട്. നൊവാക്കോ വെസ്റ്റ ഇപ്പോൾ നല്ല രീതിയിലുള്ള മുന്നേറ്റം 450 മുകളിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ പലപ്പോഴായിട്ടും റിസർച്ച് നോട്ട്സൊക്കെ ആയിട്ട് സജസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളാണ്. അതുപോലെ വളരെ വ്യത്യസ്തമായിട്ടൊരു കമ്പനിയാണ് മെസ്സസ് ബെക്ടേഴ്സ് ഫുഡ് എന്ന് പറയുന്ന കമ്പനി. ബെക്ടേഴ്സ് ഫുഡിൻ്റെ റവന്യൂ ഗ്രോത്ത് 8% ഗ്രോത്താണ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിരിക്കുന്നത്. സ്ട്രോങ് പെർഫോമൻസ് ആണ് ബേക്കറി സെഗ്മെൻറ്റിൽ. 19% വർധനമാണ് ബേക്കറി സെഗ്മെൻറ്റിൽ ബെക്ടേഴ്സ് ഫുഡ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല ബിസ്ക്കറ്റ്സിൻ്റെ ഗ്രോത്ത് നോക്കിയാൽ 3% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും താരിഫിൻ്റെ അൺസർട്ടനിറ്റിയും ജിയോ പൊളിറ്റിക്കൽ സപ്ലൈ ചെയിൻ കൺസപ്ഷനൊക്കെയാണ് ഇതിനെ എക്സ്പോർട്ടിനൊക്കെ ബാധിച്ചിരിക്കുന്നത്. ഡൊമസ്റ്റിക് ബിസ്ക്കറ്റ്സ് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഹൈ ബേസ് ഉള്ളൊരു കമ്പനിയാണ്. പ്രത്യേകിച്ചും പ്രൈസ് ഹൈക്കിന് ശേഷവും മാർജിൻസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം റോ മെറ്റീരിയൽ ഇൻഫ്ലേഷൻ, പ്രത്യേകിച്ചും ഈ വീറ്റിനുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ റഷ്യ യുദ്ധത്തിന് ശേഷമൊക്കെ വീറ്റിനൊക്കെ നല്ല രീതിയിലുള്ള പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ട്. സോ എന്നിട്ട് കൂടി ഗ്രോസ് മാർജിൻ ഏകദേശം 45.6% 237 ബേസിസ് പോയിൻ്റ് കുറവുണ്ടായിരുന്നു. ഇബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ 12.3% ഇപ്പോഴും നിൽക്കുന്നുണ്ട്. കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ധാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ അപ്കമിങ് ആയിട്ടൊരു ബേക്കറി പ്ലാന്റ് കൊൽക്കട്ടയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കപ്പോളിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എനിക്കൊന്ന് QSR ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ്സിൻ്റെ പ്രീമിയം ബേക്കറി ഡിമാൻഡൊക്കെ തന്നെ കൂടി വരുന്നുണ്ട്. ഒരു വളരെ അധികം ആരും ശ്രദ്ധിക്കാത്തൊരു സ്റ്റോക്കാണ് മെസ്സസ് ബെക്ടേഴ്സ് ഫുഡ് എന്ന് പറയുന്നത്. ഇത് ഞാൻ സിംഗിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്തൊരു സ്റ്റോക്കാണ് വളരെ മുൻപ്, ഈ അടുത്തൊന്നുമല്ല. സോ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റോക്കിൻ്റെ ക്വാർട്ടർലി പെർഫോമൻസ് നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നു. സോ മെസ്സസ് ബെക്ടേഴ്സ് ഫുഡ് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം.
അതിനുശേഷം ടെക്നിക്കൽ ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നോക്കാം. അടുത്ത എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 1400-500 ലെവലിലേക്കെങ്കിലും പോകാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കായിട്ടാണ്. യുണൈറ്റഡ് സ്പിരിറ്റ്സിൻ്റെ പെർഫോമൻസും സ്ട്രോങ് ആയിരുന്നു. റവന്യൂ ഗ്രോത്ത് ഏകദേശം 8.4% ആണ്, 9.4% ഇയർ ഓൺ ഇയർ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ആന്ധ്രാപ്രദേശിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ കുറവ് റവന്യൂ വോളിയം ഏകദേശം 3% ഇയർ ഓൺ ഇയർ കൊടുത്തിട്ടുണ്ട്. സോ പോപ്പുലർ സെഗ്മെൻറ്റിലുള്ള വോളിയം കാര്യങ്ങളൊക്കെ തന്നെ സ്ട്രോങ് ആണ്. ഡ്യൂട്ടി മഹാരാഷ്ട്ര ഗവൺമെൻറ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 35-40% MRP പ്രൈസസ് നിമിത്തത്തിൽ. സോ നിയർ ടേമിൽ കുറച്ച് സ്ലഗീഷ്നെസ് വന്നേക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ലിക്കർ സ്പേസിൽ യുണൈറ്റഡ് സ്പിരിറ്റ് അതുപോലെ തന്നെ റാഡിക്കോ കൈത്താരമുള്ള സ്റ്റോറികളിലൊക്കെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള മൊമെൻറ്റത്തിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സെക്ടർ എന്ന് കെമിക്കലാണ്. കെമിക്കൽ ഫെർട്ടിലൈസർ സെക്ടറുകളിലും GST ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഫെർട്ടിലൈസർ സെഗ്മെൻറ്റിൽ GST 5% 0% അല്ലെങ്കിൽ 0% കൊണ്ടുവരാനുള്ള സാധ്യത ഫെർട്ടിലൈസറിലും നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാവുന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഫെർട്ടിലൈസേഴ്സിൻ്റെ GST കുറക്കാനുള്ള സാധ്യത. സോ ഇതും NFL പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ ഫാക്ട് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ടും പോസിറ്റീവായിട്ട് വന്നേക്കാം. അതുപോലെ കെമിക്കൽ സെക്ടറിലും എനിക്ക് തോന്നുന്നു ഗാലക്സി സർഫക്റ്റൻസ്, ടാറ്റ കെമിക്കൽ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ട് വരാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗാലക്സി സർഫക്റ്റൻസിൻ്റെ കേസിൽ അവരുടെ കോൺകോളിലും കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റം കാണുകയുണ്ടായി. അതുപോലെ വേദാന്ത 6256 കോടി രൂപയാണ് ഇൻ്ററിം ഡിവിഡൻ്റായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോ അതിൽ അവരുടെ ഹോൾഡിംഗ് കമ്പനിയായിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട ഓഹരി ഉടമകളായിട്ടുള്ള ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള വേദാന്ത റിസോഴ്സസ് ലിമിറ്റഡ്, അവർക്കാണ് ഏറ്റവും കൂടുതൽ ഓഹരികൾ ഇതിലുള്ളത്. ഏകദേശം 16 രൂപ ഒരു ഷെയറിന്, ഒരു ഓഹരിക്ക് 16 രൂപ വെച്ചിട്ടാണ് ഇൻ്ററിം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഫൈനലൈസ് ചെയ്യാതെ പകുതിക്ക് നമ്മൾ അനൗൺസ് ചെയ്യുന്ന, അതായത് ഫിനാൻഷ്യൽ ഇയർ പകുതിയാകുമ്പോഴോ അല്ലെങ്കിൽ അതിനിടയിലോ അനൗൺസ് ചെയ്യുന്ന ഡിവിഡൻറ്റുകളെയാണ് ഇൻ്ററിം ഡിവിഡൻറ്റുകൾ എന്ന് പറയുന്നത്. സോ 6256 കോടി രൂപയാണ് കമ്പനി ഇതിന് വേണ്ടിയിട്ട് ഇൻ്ററിം ഡിവിഡൻറ്റ് പേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. 56% ഏകദേശം 3503 കോടി രൂപ പോകുന്നത് വേദാന്ത റിസോഴ്സസ് ലിമിറ്റഡിന് തന്നെയായിരിക്കും. അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് ഈ ഒരു മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിക്കുള്ളത്. ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് 27 ഓഗസ്റ്റിനാണ്. 27 ഓഗസ്റ്റിന് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വേദാന്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 16 രൂപ ഡിവിഡൻ്റായിട്ട് ലഭിക്കും. സോ 27 മേടിച്ചതുകൊണ്ട് കാര്യമില്ല, നമുക്കിപ്പോൾ T+1 സെറ്റിൽമെൻ്റ് ആണ്. അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും ഗ്യാപ്പ് എടുത്തിട്ട് 25-നും 26-നൊക്കെ മേടിക്കുകയാണെങ്കിൽ 27 ആകുമ്പോഴേക്കും നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വേദാന്ത റിസോഴ്സസ് വരും. സോ വേദാന്ത നിങ്ങൾക്ക് 16 രൂപ ഡിവിഡൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ വാങ്ങാവുന്നതാണ്. അതിനുശേഷം വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ റെക്കോർഡ് ഡേറ്റ് പ്രകാരം നിങ്ങൾക്ക് ഡിവിഡൻറ്റിന് അർഹരായിരിക്കും. അതേസമയം വേദാന്തയുമായിട്ട് ബന്ധപ്പെട്ട് വൈസ്രോയി ഷോർട്ട് സെല്ലേഴ്സ് അവരുടെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. വൈസ്രോയി റിസർച്ച് അവർ വേദാന്തയുടെ ഡിവിഡൻറ്റിനെ സംബന്ധിച്ചിട്ട് ഫ്രീ ക്യാഷ് ഫ്ലോ മൂവ്മെൻറ്റ് അനിൽ അഗർവാളുമായിട്ട് ബന്ധപ്പെട്ട കമ്പനീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വൈസ്രോയി റിസർച്ചിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് വേദാന്തയ്ക്കെതിരാണ് ഈ ഒരു ഇങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന ഈ ഒരു ഇൻ്ററിം ഡിവിഡൻറ്റും കാര്യങ്ങളൊക്കെ കമ്പനിയുടെ ഫിനാൻഷ്യൽസിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ GSTയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സെക്ടർ എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് തന്നെയാണ്. റിയൽ എസ്റ്റേറ്റ് പറയുമ്പോൾ അതിൻ്റെ ലീഡറായിട്ടുള്ള ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഹൈദരാബാദിലുള്ള ഒരു ലാൻഡിന് ഏകദേശം 547 കോടി രൂപ, 547.75 കോടി രൂപയ്ക്കാണ് അവർ 7.83 ഏക്കർ ലാൻഡ് പാർസൽ, അതായത് കുക്ടാപ്പള്ളി, ഹൈദരാബാദിൻ്റെ കീ ഏരിയ ആയിട്ടുള്ള കുക്ടാപ്പള്ളിയിൽ 7.83 ഏക്കർ ലാൻഡിന് അവർ 547.75 കോടി രൂപ കൊടുത്ത് വാങ്ങിയിരിക്കുന്നുള്ളതാണ്. ഇത് പറയുന്നത് കമ്പനി ഇതിലെ പ്രീമിയം റെസിഡൻഷ്യൽ പ്ലോട്ടായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതുവഴി 3800 കോടി രൂപയുടെ റവന്യൂ എങ്കിലും ഈ ഒരു സ്ഥലത്ത് നിന്നും കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രീമിയം റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ് നിർമ്മിക്കുക വഴി കമ്പനി ചെയ്യാൻ പോകുന്നത്. സോ പ്രത്യേകിച്ചും കമ്പനിയുടെ ഈ ഓപ്ഷൻ ഇലക്ട്രോണിക് ഓപ്ഷൻ വഴിയാണ് കമ്പനി ഇതിലേക്ക് പങ്കെടുത്തിരിക്കുന്നത്. തെലങ്കാന ഹൗസിംഗ് ബോർഡിൻ്റെയാണ് ഈ ഒരു റെസിഡൻഷ്യൽ ഗ്രൂപ്പിൻ്റെ ആയിരുന്നു ഈ ഒരു ഏരിയ. സോ ഹയസ്റ്റ് ബിഡറായിട്ട് ഇവരാണ് വന്നിരിക്കുന്നത്. സോ അവരുടെ ഇമെയിൽ MSTC ഒക്കെ അവരുടെ ഇഷ്യൂ ചെയ്തതനുസരിച്ചിട്ട് അവർക്ക് ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് ഗോദ്രേജ് കടക്കാൻ പോവാണ്. അതുപോലെ തന്നെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. ഹൈടെക് സിറ്റിയുടെ അടുത്തും ഹൈദരാബാദിൻ്റെ കീ
കൊമേഴ്ഷ്യൽ ഹബ്ബാണ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ലാൻഡ് പാർസലൊക്കെ തന്നെ ഈ ഒരു ഏരിയ വളരെയേറെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിനും മറ്റും പറ്റിയതാണ്. ഗോദ്രേജിൻ്റെ ഓൾറെഡി അവർക്ക് കൊക്പെറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് അവർക്കുണ്ട്. കൊക്പെറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഓൾറെഡി അവർക്ക് രാജേന്ദ്ര നഗറിലുണ്ട്. അതിന് പുറമെ ഗോദ്രേജിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടൊരു Q1 പെർഫോമൻസ് കൂടിയായിരുന്നു. Q1 2026 Q1 പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ തന്നെ 15.4% ഇയർ ഓൺ ഇയർ ഗ്രോത്താണ് ഷെയർ ഹോൾഡേഴ്സ് മീൻസ് ഇക്വിറ്റി ഹോൾഡേഴ്സിന് വന്നിരിക്കുന്നത്. 600.12 കോടി രൂപയാണ് പ്രീ സെയിൽസ് വന്നിരിക്കുന്നത്. 22% ഗ്രോത്താണ് കളക്ഷനിൽ 3670 കോടി രൂപ വന്നിരിക്കുന്നത്. സോ ബുക്കിംഗ് വാല്യൂ കുറഞ്ഞിട്ടുണ്ട്, 18% കുറവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. എന്നിട്ടും 7082 കോടി രൂപ. കമ്പനി ഏകദേശം 4231 വീടുകളാണ് വിറ്റിരിക്കുന്നത്. 6.17 മില്യൺ സ്ക്വയർ ഫീറ്റിൻ്റെ പണികൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സോ എനിക്ക് തോന്നുന്നു ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, DLF ഇങ്ങനെയുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളിൽ ഒരു മൂവ്മെൻറ്റുള്ള സാധ്യത GST റാഷണലൈസേഷനോട് കൂടി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇന്നൊരു സ്റ്റോക്ക് കൂടി പരിചയപ്പെടാം. ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടർ വളരെ ഫോക്കസിൽ വരുന്ന സമയമാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് കൂടി ഒരു 71ഓളം സബ്മറൈൻസ് ഉണ്ടാക്കാനുള്ള പദ്ധതികൾക്കൊക്കെ അപ്രൂവൽ കൊടുത്തു എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. സോ ഡിഫൻസ് സെക്ടറിൽ നിന്ന് തന്നെയാണ് ഈ സ്റ്റോക്ക് വരുന്നത്. BEL 90 രൂപ 100 രൂപയ്ക്ക് നമ്മൾ പറഞ്ഞതാണ്. അവിടുന്ന് വളരെയേറെ സ്ട്രോങ് ആയിട്ട് മൂവ്മെൻ്റൊക്കെ കണ്ടു. അതിന് ഞാൻ സ്പെഷ്യൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ BEL വീണ്ടും എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ്ട്രെൻഡ് തോന്നുന്നു. കാരണം ഇതിൻ്റെ Q1 റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ റവന്യൂവിൽ 5% 4440 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ 31% ഗ്രോത്താണ് പ്രോഫിറ്റിൽ കമ്പനി രേഖപ്പെടുത്തുന്നത്, 1238 കോടി രൂപ. ഓപ്പറേറ്റിംഗ് മാർജിൻ 28%, 22% ഉണ്ടായിരുന്നത് 28% കൂടിയിട്ടുണ്ട്. 40 കോടിയുടെ അതർ ഇൻകം വന്നിട്ടുണ്ട് കമ്പനിയെ സംബന്ധിച്ചിട്ട്. എന്നിട്ട് കൂടി നെറ്റ് പ്രോഫിറ്റിൽ 21% വർധനവുണ്ട്, 961 കോടി രൂപ. 22% നെറ്റ് മാർജിനുള്ള കമ്പനിയാണ്. ഒരു ഷെയറിന് മുകളിൽ ₹1.30 കമ്പനി ഏൺ ചെയ്തിട്ടുണ്ട് Q1 മാത്രമായിട്ട്. അത് നോക്കിയാലും 21% വർധനവാണ്. 2025 ഒരു വർഷത്തെ EPS എന്ന് പറഞ്ഞാൽ 7.3 രൂപയായിരുന്നു. ഓർഡർ ബുക്ക് വളരെ സ്ട്രോങ് ആണ്. കാരണം എമർജൻസി പ്രൊക്വയർമെൻറ്റ് ഓർഡർ അടക്കം 1640 കോടി രൂപയുടെ ഓർഡറാണ് എയർ ഡിഫൻസ് ഫയർ കൺട്രോൾ റഡാറുകൾ അറ്റ്വാൾ ഇന്ത്യൻ ആർമിയിൽ നിന്നും വന്നിരിക്കുന്നത്. കമ്പനിയുടെ ഓർഡർ ബുക്ക് 76,500 കോടി രൂപയാണ്. ഇത് ജൂലൈ 28-നുള്ള ഡാറ്റയാണ്. ഇതിലും 7% വർധനമാണ് കഴിഞ്ഞ വർഷമായിട്ട് നോക്കുന്ന സമയം. കഴിഞ്ഞ വർഷം ഇതേ സമയം 71,650 കോടി രൂപയുടെ ഓർഡറായിരുന്നു. ഇത് മാർച്ച് പ്രകാരം. അപ്പോൾ ആ മാർച്ച് 31, 2025 കഴിഞ്ഞ് ജൂലൈയിലേക്ക് എത്തുമ്പോഴേക്കും 76,500 കോടി രൂപയായിട്ട് ഓർഡർ ബുക്ക് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർഡർ ബുക്ക് ഹെൽത്തി ബുക്ക് ടു ബിൽ റേഷ്യോ 3.2 ആണ്. 2025 റവന്യൂ എന്ന് പറഞ്ഞാൽ 23,769 കോടി രൂപയാണ്. പ്രധാനപ്പെട്ട ഓർഡർ ബുക്കുകളൊക്കെ തന്നെ അടുത്ത ഒരു 2 വർഷത്തിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്ത് തീരേണ്ടതാണ്. 27,000 കോടി രൂപയുടെ ഓർഡർ ഇൻഫ്ലോ വരുന്നത് 2026 എക്സ്പെക്റ്റ് ചെയ്യുന്നത് 27,000 കോടി രൂപയുടെ ഓർഡർ ഇൻഫ്ലോ വരുന്നു എന്നുള്ളതാണ്. അതിൽ ഈ പറയുന്ന ക്യൂർസം ഓർഡർ പൈപ്പ് ലൈൻസ് ഒന്നും വരുന്നില്ല. അപ്രോക്സിമേറ്റ്ലി ഒരു 9,000 കോടി രൂപയുടെ ഓർഡർ ഫ്ലോ ഏകദേശം അടുത്തൊരു 4 മാസത്തിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു. BEL അവരുടെ ഗൈഡൻസിന് മുകളിലേക്ക് ഓർഡർ എക്സ്പെക്റ്റേഷൻ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കും. അതായത് ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈൽ എന്ന് പറയുന്ന QRSAM എന്ന് പറയുന്ന അവരുടെ ഒരു ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈൽ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് എയർഫോഴ്സിന് വേണ്ടിയിട്ടും മോസ്റ്റ് പ്രോബബ്ലി 2026 Q4 അവർ അതിൻ്റെ ഓർഡർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അത് ഏകദേശം 30,000 കോടി മുതൽ 40,000 കോടി രൂപ വരുമെന്നുള്ളതാണ് പല സോഴ്സുകളിൽ നിന്നായിട്ടുള്ള റിപ്പോർട്ടുകൾ. അതുതന്നെ ഈ ഓർഡർ ബുക്കുകളിലൊക്കെ തന്നെ പുറമെ ഗ്ലോബൽ ഇൻട്രസ്റ്റ് കൂടി കൂടുന്നു. ഡിഫൻസ് സെൽഫ് റിലയൻസിന് ഗവൺമെൻറ് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ മറ്റു പല രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുന്നു. സോ ഓർഡർ ബുക്ക് ഓൾറെഡി ഉണ്ട്. അത് പുറമെ ഇന്ത്യൻ ഡിഫൻസ് എക്യുപ്മെൻസുകൾക്ക് ലോകത്തിൽ പ്രീതി നേടുന്നു എന്നുള്ളതാണ്. അതായത് 90% കമ്പനിയുടെ ഓർഡർ ബുക്കുകളും നോമിനേഷൻ ബേസിസിലാണ്. സ്ട്രോങ് ടെയിൽവിൻഡാണ്. അതുപോലെ തന്നെ ഇതിന് പുറമെ ഏകദേശം 6 മുതൽ 7% വരെ അവരുടെ റവന്യൂ അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളതാണ്. ആത്മനിർഭർ ഭാരത് പ്രോഗ്രാം, അതുപോലെ തന്നെ
5 ഇൻഡിജിനൈസേഷൻ പ്രൊഡക്റ്റുകൾക്ക് അവരുടെ ആർമിയുടെ ഗവൺമെൻറ് ലിസ്റ്റിലുള്ള 5ഓളം പ്രൊഡക്റ്റുകൾ ഈ കമ്പനിയിൽ നിന്ന് മാത്രമായിട്ട് വാങ്ങുന്നു എന്നുള്ളതാണ്. 1000 കോടി രൂപയുടെ കാപ്പെക്സ് 2026 കമ്പനി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. 5ഓളം പുതിയ ഫാക്ടറികൾ അവർ ഈ ഒരു വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. നോൺ ഡിഫൻസ് ഓർഡേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ റെയിൽവേ, അതുപോലെ തന്നെ മെട്രോ, എനർജി സ്റ്റോറേജ്, EV, ഹോംലാൻഡ് സെക്യൂരിറ്റി, സിവിലിയൻ എയർപോർട്ട് എക്യുപ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള കമ്പനികൾ, ഇങ്ങനെയുള്ള സെക്ടറുകളിൽ നിന്നുള്ള ഓർഡറും കമ്പനിക്കുണ്ട്. ഇനി ഡിഫൻസ് മാത്രമായിട്ട് കാണാൻ ഡിഫൻസിന് പുറമെയും കമ്പനിക്ക് ഓർഡറുകൾ കിട്ടുന്നു എന്നുള്ളതാണ്. അതിന് പുറമെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ ഗൈഡ്സ് അവരുടെ നോൺ ഡിഫൻസ് റവന്യൂ 20% വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 12% റവന്യൂ വരുന്നത് നോൺ ഡിഫൻസിൽ നിന്നാണ്. അപ്പം അത് 20% വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത 3 വർഷം കൊണ്ടുള്ള കാര്യം. ഇനി ഇതിൻ്റെ വാല്യൂഷനിലേക്ക് വരുന്ന സമയത്ത് 2026 എസ്റ്റിമേഷൻ അനുസരിച്ചിട്ട് കമ്പനിക്ക് റീറ്റെയിൽ ഒരു 15% റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് ഉണ്ട്. ഏകദേശം 17% വരെ വരുമെന്നുള്ളതാണ് ഉള്ളത്. കാരണം 27% EBITDA മാർജിൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2.84 ലക്ഷം കോടി രൂപയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് 40-ലാണുള്ളത്. കമ്പനിയുടെ കയ്യിൽ ഏകദേശം ഒരു ഷെയറിന് മുകളിൽ 13 രൂപ ക്യാഷായിട്ട് കമ്പനിയുടെ കയ്യിലുണ്ട്. 2026 എസ്റ്റിമേഷൻ 9 രൂപ 50 പൈസയാണ് ഒരു ഷെയറിന് മുകളിൽ EPS ആയിട്ട് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂഷനാണ്. ഹെൽത്തി ഓർഡർ ബുക്ക് ഉണ്ട്, വിസിബിലിറ്റി സ്ട്രോങ് ആണ്, മാർജിൻ ഏകദേശം സ്ട്രോങ് ആണ്, 30% റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നുണ്ട്, 20,000 കോടി രൂപയുടെ നെറ്റ്വർത്ത് അതിൽ ക്യാഷായിട്ടും ഇക്വലൻസ് അലൊക്കേറ്റ് വരുന്നുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ഏകദേശം 37% മാർക്കറ്റ് ഷെയർ ആണ് ഇന്ത്യൻ ഡിഫൻസ് ഇലക്ട്രോണിക്സിൽ 37% കോൺട്രിബ്യൂട്ട് ചെയ്തൊരു കമ്പനിയാണ്. ഇവരുടെ കോർ കേപ്പബിലിറ്റി പ്രത്യേകിച്ചും കമ്പാരിസിംഗ് റഡാർ, വെപ്പൺ സിസ്റ്റംസ്, ഡിഫൻസ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക് വാർഫെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ്. സോ ഈ ജൂൺ 30 അവസാനിച്ച ആഴ്ചയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏകദേശം 51% സ്റ്റേക്കാണ് ഈ കമ്പനിയിലുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഹോൾഡിങ്സ് 39% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റീറ്റെയിൽ ഓണർഷിപ്പ് ഏകദേശം 9.7% മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 380-90 റേഞ്ചിലാണ് ഈ ഒരു കമ്പനി ഉള്ളത്. ഈ കമ്പനി നമ്മൾ ഏറ്റവും ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തത് 100 രൂപയിൽ താഴെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 389 നിൽക്കുമ്പോൾ എനിക്ക് അടുത്തൊരു ടാർഗറ്റായിട്ട് പറയാനുള്ളത് 460-475 രൂപയിലേക്ക് ഇങ്ങനെ കമ്പനി ഒരു വർഷം കൊണ്ട് ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സോ കമ്പനി നിർത്താതെ വർക്ക് ചെയ്താൽ പോലും 2 വർഷം കൊണ്ട് തീർക്കാൻ പറ്റാത്ത ഓർഡർ കമ്പനിക്ക് ഓൾറെഡി ഉണ്ട്. ഇനി ഡിഫൻസ് പോയാൽ പോലും, അല്ലെങ്കിൽ ഡിഫൻസിൽ മാത്രം നിൽക്കുന്നു എന്നുള്ള പേര് വേണ്ട, ഡിഫൻസിന് പുറത്തും കമ്പനിക്ക് ഓർഡർ ബുക്കുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കമ്പനിയെ സംബന്ധിച്ചൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു കമ്പനി. നമുക്ക് LNT കുറിച്ചൊക്കെ പറയുന്ന പോലെ ഒരു വൈഡ് കൺഗ്ലോബറേറ്റ് എന്ന് പറഞ്ഞ പോലെ വൈഡ് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ ഉള്ളൊരു കമ്പനി എന്ന നിലയ്ക്ക് BEL നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ നിങ്ങൾക്ക് ടെക്നിക്കൽ ലെവലുകൾ ഉപയോഗിച്ച് കണ്ടെത്താം. ഇതൊരു ഫണ്ടമെൻ്റൽ പിക്കാണ്. നമുക്കൊരു വർഷമെങ്കിലും മിനിമം സമയമെടുത്തേക്കാം. സോ ഇതാണ് എൻ്റെ ഒരു സജഷൻ. സോ പല സ്റ്റോക്കുകളും നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത പല സ്റ്റോക്കുകളിലും അപ്സൈഡ് ഫണ്ടമെൻ്റൽസ് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ പല സ്റ്റോക്കുകളിലും കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു മാർക്കറ്റിൽ റിക്കവറി ഉണ്ടാകുന്ന സമയത്ത് വരാൻ സാധ്യത. ഫണ്ടമെൻ്റൽസ് ഇൻടാക്റ്റ് ആകുന്നിടത്തോളം കാലം നമുക്ക് പേടിക്കാനില്ല, അത് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ്. മാർക്കറ്റിലെ വോളറ്റാലിറ്റിക്ക് അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം. സോ എനിവേ, അപ്പോൾ ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഇതുപോലുള്ള സോളിഡ് ആയിട്ടുള്ള റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള പിക്സുകൾക്കായിട്ട് എന്നോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള പ്ലാറ്റ്ഫോമിലുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ്, ന്യൂസ് പേപ്പർ വളരെ ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് അഡ്വൈസറി സർവീസുകൾ കിട്ടുന്നു. ഇനി നിങ്ങൾക്ക് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് മാഗ്നറ്റിലേക്ക് വരാം. അവിടെ ഡെയിലി ബേസിസിൽ ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച എല്ലാ ദിവസവും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇനി ചെറിയ അതിൻ്റെ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള, അതെവിടെ ദിവസവും കോളുകൾ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല, വളരെ സോളിഡ് ആയിട്ടുള്ള റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കോളുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. അവിടെ നിങ്ങൾക്ക് ഏകദേശം ഒരു 1500 റുപ്പീസ് ഉണ്ടെങ്കിൽ മന്ത്ലി നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള ലിങ്കുകളൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്ക് ആശംസിക്കുന്നു. നല്ലൊരു നേട്ടത്തോടു കൂടിയുള്ള ആഴ്ചയാവട്ടെ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.